ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? ഈ വാഹനം അവിടെ ഇരിക്കുന്നു, ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. അങ്ങനെ നമ്മുടെ ബിഷപ്പിന്റെ പുതിയൊരു ഇന്റർവ്യൂ കൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഈ പുള്ളിക്കാരൻ നിർത്താനൊന്നും പോകുന്നില്ല. ഇത് പണ്ടിലെ രേണുവായിട്ട് ബന്ധപ്പെട്ടുള്ള സീനിലും അച്ഛൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇന്റർവ്യൂസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം കിച്ചുവായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ ആയിട്ട് വന്നിരിക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. നമ്മൾ ഒരു പുരോഹിത സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രേണുവിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. രേണുവിനെ ഇനി അങ്ങോട്ട് കുറ്റം പറയാനും എനിക്ക് താല്പര്യമില്ല. കാര്യം രേണുവിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ബോധം നമുക്കൊക്കെ ഉണ്ടായതിൻ്റെ പേരിലാണ് രേണുവിനെ ഇനി നമ്മുടെ ഒന്നും വീഡിയോസിനകത്തോട്ട് അനാവശ്യമായിട്ട് ഡ്രാഗ് ചെയ്യാതിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പോവാം. അച്ഛൻ്റെ ഇന്റർവ്യൂ ഒന്ന് കാണാം. നമുക്കിപ്പം മെയിൻ ആയിട്ട് ചില ക്വസ്റ്റ്യനുകൾ വ്യൂവേഴ്സിന് അറിയാനായിട്ടുണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പിന്നെ രേണുസുധിയുടെ കുറച്ച് ഇന്റർവ്യൂവിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഫാദർ അതൊരു സപ്പോർട്ട് ചെയ്തൊരു ഒരു ഇന്റർവ്യൂ ഫാദറിന്റെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ചില ഒരു ക്വസ്റ്റ്യൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാദറിന്റെ സൈഡിൽ നിന്ന് ഫാദറിന് എന്തൊക്കെ പറയാനുണ്ടോ അത് ഓപ്പൺ ആയിട്ട് മീഡിയയിലോട് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ജനങ്ങൾക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫാദറിന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത്? അതെല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. പുള്ളി ചില സമയങ്ങളിൽ വന്നിട്ട് ഒരാളെ പറ്റി കുറ്റം പറയും, തൊട്ടപ്പുറത്ത് അങ്ങോട്ട് മാറിയിട്ട് വന്നിട്ട് നല്ലത് പറയും. ഇങ്ങനെ പുള്ളിക്കാരന് തന്നെ നിലപാടില്ലാത്ത ഒരു രീതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആ മഴവിൽ കേരളം എന്നാണ്ട് പറയുന്ന ചാനലില്ലേ, അതിനെ പറ്റിയിട്ട് വേണ്ടിയില്ലാത്ത ആക്ഷേപം നമ്മുടേത് പറഞ്ഞിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് പോയി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇതാ പറഞ്ഞത്, പുള്ളിക്കാരന് നിലപാടെന്ന് പറയുന്ന സാധനമില്ല. നിലവാക്കിയോടെ പറ. അതായത് കഴിഞ്ഞ 10 മാസം മുന്നേ രേണുസുധിനെ പറ്റി ഫാദർ നെഗറ്റീവ് പറഞ്ഞിട്ട് ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ട് മാറി. അതിനുള്ളൊരു റീസൺ എന്തുവാണ്? രേണുസുധിയുമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തർക്കങ്ങൾ കഴിഞ്ഞ 10 മാസങ്ങളായിട്ടുണ്ടായിരുന്നു. അത് തർക്കങ്ങൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നെയും രേണുസുധിയെയും നിർത്തിക്കൊണ്ട് വലിയ ഒരു ഗെയിമായിരുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഗെയിമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ രേണുസുധിയെ തയ്യാറാക്കുന്ന സമയത്ത് എന്നെ എടുത്ത് ഉപയോഗിക്കുവാനിടയായി. ഞാനും രേണുസുധിയുമായിട്ട് മുഖാമുഖം ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, സംസാരം ഉണ്ടാക്കിയിട്ടില്ല, ഒരു വഴക്കോ ദേഷ്യമോ അന്നേരം വന്നിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ സൈബർ ബുള്ളി ചെയ്യേണ്ട അനുഭവങ്ങൾ പലതും വന്ന സമയത്ത് നിരവധി മീഡിയാസ് എന്നെ ഇന്റർവ്യൂസ് ചെയ്തു. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അച്ഛനുമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അതിൻ്റെ പേരിൽ കേസ് വരെ കൊടുക്കാൻ വരെ പോയതാണ്. എന്തിന്? ആ വസ്തു വരെ തിരിച്ചെഴുതി മേടിക്കാൻ വരെ പോയ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അച്ഛൻ ആ അയച്ച വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ ഇവിടെ പല യൂട്യൂബേഴ്സിനെയും കയ്യിലിരിപ്പുണ്ട്. എന്തിന്? ഈ പറയുന്ന രേണുവിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തികൾ വീഡിയോ ചെയ്യുമ്പം അച്ഛൻ അപ്പോഴേ ആ വീഡിയോ എടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്നു, പൂച്ചെണ്ടുകൾ ഇട്ട് കൊടുക്കുന്നു, അതിന് താഴെ പോയി കമൻ്റ് ഇടുന്നു, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതാണ്. മനസ്സിലായില്ലേ? അച്ഛന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിച്ചുവിൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ലായിരുന്നു. ഇത് അനാവശ്യമായിട്ട് ആ ഒരു ചെറുക്കനെ ഭീഷണിപ്പെടുത്താനായിട്ട് ഇറങ്ങിയ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിനകത്ത് രേണുവിൻ്റെ ഇൻവോൾവ്മെൻറ്റ് മേ ബി കാണത്തില്ലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും രേണുവിനെ അല്ലേ ഈ ഒരു സാധനം ഇൻഡയറക്ട്ലി ബാധിക്കുന്നത്? രേണു അവിടെ ചെന്ന് മൂട്ടിക്കൊടുത്തിട്ടായിരിക്കും അച്ഛൻ പറഞ്ഞത് എന്നുള്ള ഒരു സാധനം മാത്രമേ ഇവിടെ വരത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വസ്തു കൊടുത്തു കഴിഞ്ഞു. അത് അവിടെ ആ ഒരു ചാപ്റ്റർ തീർന്നു. പിന്നെ നിങ്ങൾക്ക് ആ ഒരു കുടുംബമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഏകദേശം ഒരു 10 കുടുംബങ്ങൾക്ക് ഇത് കണക്ക് പോയി സഹായിച്ചിട്ടുണ്ട്. ഈ 10 കുടുംബങ്ങളുടെയും വീട്ടിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ പോയി ഇൻവോൾവ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ മാത്രം പിന്നെ എന്തിനാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? സംഭവം കഴിഞ്ഞ് അത് വിട്ടു. കാര്യം നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനെങ്കിലും നമ്മളത് റെസ്പെക്റ്റ് ചെയ്യാനാണ് അവിടെ ശ്രമിക്കേണ്ടത്. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ അത് ചെയ്യുന്നില്ല. എത്ര ബിഷപ്പുമാർ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഇൻവോൾവ് ആവുന്നുണ്ട്? ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു മനുഷ്യരും ഇൻവോൾവ് ആവുന്നില്ല ഈ അച്ഛനല്ലാതെ. ഈ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ കൊടുത്തു. അത് രേണുസുധി ചെയ്തു പോയിട്ടുള്ളതായ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഇവർ ചോദിക്കുമ്പോൾ ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ അതിന് ഉത്തരം കൊടുക്കുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ രേണുസുധിയെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ കൊടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ സമൂഹം ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചില ആൾക്കാരെ, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറ്റി പറയുമ്പോൾ അച്ഛനങ്ങ് പുച്ഛവും ദേഷ്യമൊക്കെ അങ്ങ് വരുവാണ്. എന്നാൽ ഒരു സമയത്ത് അച്ഛൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നിരന്തരം വിളിക്കുകയും ഈ പറയുന്ന അവരെ പറ്റിയിട്ട് കുറ്റങ്ങൾ പറയുകയും തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും
വാട്സാപ്പിലൂടെ ഓരോന്ന് ഷെയർ ചെയ്ത് തരികയൊക്കെ അച്ഛന് മേ ബി ഓർമ്മ കാണത്തില്ലായിരിക്കും. ഓർമ്മ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യർക്ക് മാറാൻ പറ്റൂടെ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രം ഈ പുള്ളി പറയുന്നതിനകത്തോട്ട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നു. കാര്യം രേണുവിൻ്റെ കണ്ടീഷൻ മോശമായപ്പോൾ രേണുവിൻ്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും കൂടെ വന്ന് അച്ഛാ ഞങ്ങൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ആ ഒരു ദേഷ്യവും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് പോയി പ്രാർത്ഥിച്ചത് വലിയ കാര്യമാണ്. കാര്യം ഒരാൾ വീണ് കിടക്കുന്ന സമയത്തല്ല നമ്മൾ പിന്നെയും എടുത്ത് വെച്ച് ചവിട്ടുന്നത്, അത്ര ശരിയുള്ള പരിപാടിയല്ല. അപ്പോൾ ആ കാണിച്ചതിനകത്തോട്ട് മാത്രമേ എനിക്ക് പുള്ളിയോട് റെസ്പെക്റ്റ് ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഇപ്പം പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്താ? ഇനിയിപ്പം ഏതാണ്ട് കിച്ചു ബിഗ് ബോസിൽ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. ബിഗ് ബോസിൽ ചെല്ലുമായിരിക്കും, ഫേമസ് ആവുമായിരിക്കും, പൈസ കിട്ടുമായിരിക്കും എന്നൊക്കെ കിടന്ന് പറയുന്നത്. അവൻ എങ്ങനെയെങ്കിലും പോയി അവൻ രക്ഷപ്പെടിയോ, അവൻ്റെ രീതിയിൽ അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. എന്തിനാ അവനെ പിന്നെയും പിന്തുടർന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ത്രെട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? ഇനി അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇപ്പം നമുക്കാകെ അറിയാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെങ്ങാണ്ട് വെള്ളം അടിച്ച് വണ്ടി പിടിച്ചിട്ടുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ കേസുകൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ അറിവിൽ എനിക്കറിയാവൂ. ഇനി ഇതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിമർശിച്ചിരിക്കും. അതിനകത്തിന് യാതൊരുവിധ സംശയവുമില്ല. കിച്ചുവിനെ അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ പറയും, അത് അത്രയ്ക്ക് തെറ്റുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പം എന്താണ് കാര്യമെന്ന് പോലും പറയാതെ ഇപ്പം പൊട്ടിക്കും എന്നും പറഞ്ഞിട്ട് ഈ സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇവരുടെ കണ്ണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുന്നേ കിച്ചു വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചു. അപ്പോൾ പോലീസുകാർ അത് പിടിച്ചു. എന്നിട്ട് പോലീസുകാർ ഇപ്പോഴും സ്റ്റിൽ ആ ബൈക്ക് വിട്ടു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ബൈക്ക് വിട്ടു കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള രീതിയിലാണ് അച്ഛൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അതിനകത്ത് വേറെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ കോടതിയിൽ, അതായത് FIR ഇട്ട് കോടതിയിൽ കേസ് കയറി കഴിഞ്ഞാൽ ആ കേസ് തീരാതെ ഒരിക്കലും വണ്ടി വിട്ടു കൊടുക്കത്തില്ല. അത് എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയും റൂളാണ്, നമ്മുടെ നാട്ടിലെ നിയമമാണത്, മനസ്സിലായ? എന്നും പറഞ്ഞിട്ട് അതിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് 10-21 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ മണ്ടയിൽ ഇല്ലാത്ത അലിഗേഷൻസ് കൊണ്ടുവന്നിട്ട് അത് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞു, അവൻ ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞങ്ങൾ ആരോടെയും കിച്ചുവിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അവൻ തങ്കപ്പെട്ട പയ്യനാണ്, അവനെ ജീവിക്കാൻ അനുവദിക്കുന്നത്, എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. ആ മനുഷ്യൻ തന്നെ സ്വിച്ച് ഇട്ട പോലെ ഈ രീതിയിലൊക്കെ വന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമെന്ന് പറയുമ്പം എനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇനി വരുന്നതേ ഉള്ളൂ, നിങ്ങൾ കേട്ട് നോക്കിയോ. എന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് അവർ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ. രേണു സുധി കേരള സമൂഹം കാണുന്നത് പോലെ ഒരു വലിയ ക്യാൻസറിന്റെ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രേണു സുധി ഞാനുമായിട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേദനയായിരുന്നു. എനിക്ക് വളരെ വേദന ഉണ്ടായി. എന്റെ ഫാമിലിക്ക്, എന്നെ സ്നേഹിക്കുന്ന വെൽവിഷേഴ്സിന്റെ ലോകരാജ്യങ്ങളുള്ള എന്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ വേദന ഉളവാക്കി. അപ്പോൾ രേണു സുധിക്ക് സുഖമില്ലാത്ത സാഹചര്യങ്ങൾ വന്ന സമയത്ത് രേണു സുധിയുടെ പിതാവും മാതാവും സഹോദരിയും രേണു സുധിയും എന്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്ന് അവരെന്നെ നേരിട്ട് കണ്ടു. വന്നു പോയതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാപ്പപേക്ഷിക്കുകയുണ്ടായി. മാപ്പപേക്ഷിച്ച ശേഷം രേണു സുധിയും കുടുംബവും പ്രാർത്ഥനയ്ക്കായിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ബിഷപ്പിന്റെ പ്രാർത്ഥന വളരെ ആവശ്യമായിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ വളരെ ദുഃഖത്തിലൂടെയും വേദനയിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഷപ്പിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവരുടെ ഈ ദയനീയമായ, ഈ രോഗാതുരമായിട്ടുള്ള ഈ വേദനയുടെ സന്ദർഭത്തിൽ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവരോട് മനസ്സലിയുകയും അവരുടെ വീട്ടിലേക്ക് പോവുകയും പല സന്ദർഭങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ പോയി പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യമായ കാര്യം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. രേണു സുധീനെ കാണാനായിട്ട് അച്ഛൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവർ വിളിക്കുമ്പോൾ, അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഫ്രീ ടൈം ഉള്ള സമയത്ത്, അവർ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളിൽ സംബന്ധിക്കും, പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കും. അങ്ങനെ പോകുമ്പോൾ രേണു സുധിയുടെ രോഗവിവരങ്ങൾ അറിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഈ ഒരു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നേ. പണ്ട് ഈ അച്ഛൻ തന്നെ ഞങ്ങളുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ വീട് പാല് കാച്ചൊക്കെ ആയ സമയമുണ്ടല്ലോ, അതായത് KHDC ഫിറോസ് രേണുവിനൊക്കെ വീട് വെച്ച് കൊടുത്തതിന് ശേഷം അച്ഛൻ വേണമെങ്കിൽ, അതായത് രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചൻ ചെന്ന് ഈ ബിഷപ്പിൻ്റെ അടുത്ത് പറഞ്ഞ്, അച്ഛൻ വേണം ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്കൊരു 10,000 രൂപ ഇങ്ങോട്ട് തന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക, രേണുവിന് ഇപ്പോൾ റീച്ചുള്ള സമയമാണ്, നല്ലതായിക്കോട്ടെ എന്ന്. അതായത് വീട് വെഞ്ചരിക്കാനോ പ്രാർത്ഥിക്കാനോ എങ്ങാണ്ട് ബിഷപ്പ് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഈ അച്ഛൻ തന്നെ തങ്കച്ചനെ ഉൾപ്പെടെ കളിയാക്കി നമ്മുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. ഇപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കത് ഓർമ്മ വന്നതേ ഉള്ളൂ. എന്തായാലും അസുഖത്തിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് അച്ഛൻ പോയത് എന്തായാലും നല്ലൊരു കാര്യം. അതിനെ പറ്റിയിട്ട് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കാര്യം ഒരാൾ വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾ ആ വാശിയും പിടിവാശിയും കാണിച്ചിട്ട് ഒരു പ്രയോജനമില്ല. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. അപ്പൊ അതിലിപ്പം രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് കമന്റ് ബോക്സിലാട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ,
കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ 2 പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു. പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയേക്കുന്നത് ഫുൾ രേണുസുധിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൺ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൺ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ ഒരു അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സ്തുതിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സ്തുതി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ കൊല്ലം സ്തുതിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ 2 കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ടൊരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക 1 മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള 1 സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആർ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സ്തുതിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുകയും ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം സ്തുതിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യ അവകാശമായി, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, തുല്യ അവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യ അവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളതാണ്, സന്തോഷത്തോടു കൂടെ. ഓക്കെ, സന്തോഷത്തോടെ അത് എഴുതി കൊടുത്തതാണ്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു. അതല്ലേ അച്ഛാ അതിൻ്റെ ഒരു ശരി. പിന്നെയും വന്നിട്ട് രാഹുൽ ഏത് കേസിൽ പെട്ടു, രാഹുലിൻ്റെ ചരിത്രം എങ്ങനെയാണ്, അതെടുത്ത് വെളിയിലിടും, അല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും എന്നും പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് വസ്തു കൊടുത്തു, അത് കഴിഞ്ഞു, അത് അവിടെ വിട്ടു. പിന്നെയും അത് ചുറ്റിപ്പറ്റി അവിടെ ഇൻ്റർവ്യൂ കൊടുത്ത്, ഇവിടെ ഇൻ്റർവ്യൂ കൊടുത്ത്, പിന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി, പിന്നെയും കേസായി, പിന്നെ അത് തിരിച്ചെഴുതി മേടിക്കാനായിട്ട് എന്തോരം വൃത്തികെട്ട പരിപാടികളാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വിഷയങ്ങൾ ഇത്രയും കോൺട്രവേഴ്സി ആവാനായിട്ട് ഈ അച്ഛൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിയിലുണ്ട് കേട്ടോ. അതായത് തുടക്കം തൊട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഈ രേണുവിൻ്റെ കാര്യത്തിനകത്തോട്ട് എടുത്തു കഴിഞ്ഞാലും തുടക്കം തൊട്ടേ അച്ഛൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നല്ല രീതിയിലുണ്ട്. കാര്യം ആര് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അച്ഛൻ്റെ കമൻറ്റ് ഉണ്ടായതിനകത്ത് നിങ്ങൾ ഇന്ന് നോക്കിയാൽ മതി. ഏതൊരു വീഡിയോ രേണുവിനെ പറ്റി അഗെയിൻസ്റ്റ് വരുന്നോ ഫസ്റ്റ് വ്യൂവും ഫസ്റ്റ് കമൻറ്റും അച്ഛനായിരിക്കും. ആ അച്ഛൻ തന്നെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറ്റി പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. രേണുവിനെ പറ്റി പറയാത്തതിനകത്ത് നമുക്ക് പിന്നെയും എന്താ പറയണ്ട മനസ്സിലാക്കാന്നേ ഉള്ളൂ. രേണുവിൻ്റെ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കും, ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കാം. പക്ഷേ ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ 1 or 2 വട്ടം കണ്ടേ അച്ഛൻ നേരിട്ട് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നു. അവൻ ഈ പുള്ളിയോട് എന്ത് ചെയ്തിട്ടാണ് ഈ മനുഷ്യൻ അവനിങ്ങനെ ത്രെട്ട് ചെയ്യുകയും അവനിങ്ങനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്? അവൻ ഇന്നേ വരെ ഇച്ചിപ്പോന്ന് ഈ ഒരു മനുഷ്യനെ പറഞ്ഞിട്ടുണ്ടോ? അവൻ എവിടെങ്കിലും വന്ന് സംസാരിച്ചിട്ടുണ്ടോ? രേണു അച്ഛനും തമ്മിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓരോന്ന് വീഡിയോസിനകത്തൂടെ വിളിച്ച് പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവർ തമ്മിൽ. അത് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന കിച്ചു അച്ഛനും തമ്മിൽ എന്താ പ്രശ്നം? കിച്ചു എവിടെയാണ് അച്ഛനെ ഈ മോശക്കാരൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്? കിച്ചു എപ്പോഴും അച്ഛനൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനമൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. ഞാൻ അപ്പോഴും ആ കാര്യങ്ങളെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറയുന്നത്. ആ സമയത്ത് രേണു സുധിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവമാകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് 2 കൂട്ടർക്കും അത് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവര് 2 കൂട്ടരും അത് പറയാതെ 2 കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു? ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. ഇത് കണക്ക് വസ്തു കൊടുത്ത് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചു വന്നു. ഈ നാട്ടിലുള്ള ചെറ്റകൾക്ക് പലതും പറയാൻ കാണും, പലരെയും പറ്റി. അതിപ്പോൾ സ്വാഭാവികം, അത് എല്ലാ നാട്ടിലും അങ്ങനെയാണ്. ആരെ പറ്റി നല്ലത് പറയാനായിട്ട് ഇരിക്കത്തില്ല.
യവന്മാരെവിടെ കുറ്റമുണ്ട്, എവിടെ നുണ പറയണം എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നടക്കുക. എന്നാൽ ഈ വായി നോക്കുകൾക്കൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അതുമില്ല. എവിടെ നുണയുണ്ട്, ആരെ പറ്റി കുറ്റം പറയണം, ആര് നന്നാവുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആര് നന്നായില്ലെങ്കിൽ പോലും ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയണം. അതിപ്പോൾ അതങ്ങനെയാണ്. ഇപ്പോൾ കിച്ചുവിനെ സംബന്ധിച്ച് എൻ്റെ അറിവിൽ അവൻ പണ്ട് ഈ പറയുന്ന രീതിയിൽ ലഹരിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ഞാൻ ഫസ്റ്റ് ഫോണിൽ വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവനോടത് പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യലെടുക്കലും നീ നിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല അവൻ അങ്ങനെയുള്ള പരിപാടികളൊന്നും കാണിക്കുന്നതായിട്ട്. ഇപ്പോൾ അവനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇതൊക്കെ പിന്നെയും കൊണ്ടുവന്നിട്ട് എന്തിനാ വെറുതെ? അത് മാത്രമല്ല, ഇതൊക്കെ കുറേ നാളുകൾക്ക് മുന്നേ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ അറിയാവുന്ന കാര്യം തന്നെ പിന്നെയും എന്തിനാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്? ഇന്നലെ അച്ഛൻ്റെയും ഒരു ലേഡിയുടെയും ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലേഡി അതിനകത്ത് പറയുന്നുണ്ട്, ഇനി ഈ കിച്ചു മോശമായിട്ടെങ്ങാനും രേണുവിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുണ്ടോ, അതാണോ ഇനി അച്ഛൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയൊന്നും ആണെന്ന് ഞാൻ എവിടെ പറഞ്ഞു, അതാണെന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ മേ ബി ഇല്ല എന്ത് പറയണ്ട, ശത്രുത മൂക്കുമ്പോഴത്തേക്ക് ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് ഈ സാധനം പോകുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രേണുവും ഒരു കാര്യം വന്ന് കിച്ചുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, ഞാനായിട്ട് അത് വന്ന് പറയുന്നില്ല, നിൻ്റെ ഫ്യൂച്ചറിനെ അവരെ ബാധിക്കുമെന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ അങ്ങനെ വളരെ പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇടല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെക്കുക. നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണ് സംസാരിക്കുക. കാര്യം ആ രണ്ടു പേർക്കും ഭാവിയുള്ളതാണ്, നിങ്ങൾക്കൊക്കെ മുന്നോട്ടുള്ള ലൈഫുള്ളതാണ്. ഇപ്പോൾ രേണുവിനെ സംബന്ധിച്ചായാലും ഈ ഒരു അസുഖം പെട്ടെന്ന് തന്നെ മാറിയിട്ട് സുഖമായിട്ട് വരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം രേണു ഒന്നുമില്ലെങ്കിലും രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചാണ് ആ ഒരു കുടുംബം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. രേണു കാണിക്കുന്ന സോഷ്യൽ മീഡിയ കാണിക്കുന്ന പ്രവർത്തികളിനകത്തോട്ട് നമുക്ക് യോജിപ്പില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു അസുഖം വരണമെന്നും രേണുവിനൊന്നും എന്തെങ്കിലും സംഭവിക്കണമെന്നും ഇങ്ങനൊന്നും എൻ്റെ മനസ്സിൽ പോലും ഞങ്ങൾ ചിന്തിച്ചിട്ടുമില്ല, ഞാൻ ചിന്തിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് തന്നെ സ്റ്റോപ്പ് ചെയ്തത്. ബിക്കോസ് രേണുവിനെ പറ്റി പിന്നെയും ഗുണമായാലും ദോഷമായാലും എടുത്തു വെച്ച് സംസാരിക്കുന്നത് ശരിയല്ല. ആ ഒരു കാശ് എന്തായാലും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അച്ഛൻ ഇപ്പം ഈ ഒരു റീസെൻ്റ്ലി കൊടുത്ത ഒരു ഇൻ്റർവ്യൂ നല്ല രീതിയിൽ കോൺട്രവേഴ്സി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതിനെപ്പറ്റി രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല. കാര്യം അച്ഛൻ നമ്മുടെ തക്ക സംസാരിച്ചിരിക്കുന്ന രീതി വേറെ ഓപ്പോസിറ്റാണ്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു ആളെ ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്തിടുന്നില്ല. പക്ഷേ കിച്ചുവിനെ പറ്റിയിട്ടൊക്കെ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ തോന്നുന്നു സംസാരിച്ചിരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു മനംമാറ്റം കാണുമ്പം ആരാ പ്രതികരിക്കാതിരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മനുഷ്യന് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് നിങ്ങളല്ലേ? നാട്ടുകാരിപ്പോൾ എല്ലാ ആൾക്കാരും എടുത്ത് വെച്ച് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാന റീസൺ നിങ്ങൾ തന്നെയാണ് അച്ഛാ. അനാവശ്യമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുക, വായി തോന്നുന്നത് വിളിച്ച് പറയുക, പിന്നെ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം? സ്വാഭാവികമായിട്ട് റിയാക്ഷൻ വീഡിയോസ് വരും ഇത്തരത്തിലൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ കഴിവതും നിങ്ങൾ മിണ്ടാതിരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കാതിരിക്കണം. അതിന്റെ പ്രധാന കാര്യം, രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവരുടെ വീട്ടില് ചടങ്ങെന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2 times 2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരാളെ 2 തവണ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ ആളോട് നമ്മൾ അടുത്തറിയാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് പോലീസുകാർ എൻക്വയറി ചെയ്തു എന്നും പറഞ്ഞിട്ട് കേട്ടറിവുകളെല്ലാം വിശ്വസിക്കുന്നത് അത്ര ശരിയാണോ വച്ചാ? കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തു, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ. അത്രേ ഉള്ളൂ. നിങ്ങളൊരാളെ ഹെൽപ്പ് ചെയ്തു, അത് കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് പറഞ്ഞത്? നിങ്ങളുടെ ഈ ഒരു സംസാരത്തിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആൻസർ. നിങ്ങൾ നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു? മനഃപൂർവ്വം നിങ്ങൾ ചെയ്തൊരു പരിപാടിയായത്. വെറുതെ അനാവശ്യമായിട്ട് ചൊറിയാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഇപ്പം ഈ വീണെടുത്ത് കിടന്ന് ഉരുണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഈ മനുഷ്യൻ തന്നെ പറയുന്നത് കേട്ടില്ലേ? അതായത് ഞാൻ വീട് കൊടുത്തു, അത് കഴിഞ്ഞു, നമ്മൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളി ഇത്രയും പരിപാടികൾ ഇപ്പം കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ കുറച്ച് ദിവസം കൊണ്ട്. എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്തുമസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്തുമസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് അവരുടെ ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനും പോലീസ് അവരുടെ ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവരുടെ വീട്ടിലേക്ക് വരികയുണ്ടായി.
വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. Okay. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ടെല്ലാം എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തം അവനുള്ളതാണ്. എന്തുകൊണ്ടാണ് ബൈക്ക് എടുത്തുകൊണ്ട് പോകാത്തതെന്ന് ഈ സിമ്പിളായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാന്നേ ഉള്ളൂ. ഒരു കേസ് കോടതിയിൽ കയറി കഴിഞ്ഞാൽ ആ കേസ് തീരാതെ ഒരിക്കലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വണ്ടി ഇറക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ ഓർഡറും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം, ആ വണ്ടിക്കകത്ത് നിന്ന് വേറെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലഹരി വസ്തുക്കൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇറങ്ങാൻ പോകുന്നില്ല. മേ ബി അതായിരിക്കും, അതിൽ കൂടുതൽ അതിനകത്ത് ഒന്നുമില്ല. അല്ലെങ്കിൽ എന്തോ വണ്ടി ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നു, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ അധികം നാളിരിക്കത്തില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഓണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി എടുത്ത് തിരിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളോ കാര്യങ്ങളോ അതിനകത്ത് നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസ് തീരാതെ ആ വണ്ടി വിട്ടുകൊടുക്കില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പണ്ടേ അവൻ പറഞ്ഞിട്ടുള്ളത്, അതായത് അവന് കുറേ മോശപ്പെട്ട എന്താ പറയണ്ടേ സ്വഭാവങ്ങളുണ്ടായിരുന്നു, ദുശീലങ്ങളുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ അവൻ വ്യക്തമായിട്ട് വന്ന് അവൻ മുൻകൂട്ടി ഈ സാധനം വന്ന് അവൻ അടിച്ചിട്ടുണ്ട്. അതായത് അവനറിയാം എന്തെങ്കിലും ഒരു കാലത്ത് ഇത് വെളിയിൽ വരുമെന്ന്, അതുകൊണ്ട് അവൻ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി അടിച്ചൊരു കാര്യം തന്നെയാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പം അച്ഛൻ ഇതൊക്കെ ഒരു വലിയൊരു സംഭവമായിട്ട് വന്നിരുന്ന് പറയുമ്പം ഇതിൻ്റെ ലീഗൽ വശങ്ങളും കൂടി ഒന്ന് ആലോചിക്കും. ഇതാണോ ഇത്രയും വലിയൊരു സീക്രട്ട്? ഇതാണോ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത്? അവൻ വലിയ എന്ത് പറയണ്ട, നമ്മുടെ രാജ്യത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രായപൂർത്തിയാവാത്ത ഏതെങ്കിലും അങ്ങനെയുള്ള പോക്സോ കേസുകളിൽ പോലത്തെയുള്ള വിഷയങ്ങളിലോ വല്ല ഇൻവോൾവ് ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാണോ നിങ്ങളുടെയൊക്കെ കണ്ണിലൊരു ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനെ വെച്ചിട്ടാണോ നിങ്ങളൊക്കെ ഒരാളെ ഇങ്ങനെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ അവൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും അവൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ സംസാരിക്കും. തെറ്റവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. അവനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ സംസാരിച്ചിരിക്കാൻ അതിനകത്ത് ഒരു അപ്പീലും ഇല്ല. അതിപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ. ഒരു യൂട്യൂബേഴ്സിനും ഇവരെ ഓരോ മനുഷ്യരെ താങ്ങിക്കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമുക്കൊക്കെ ഇതൊരു കണ്ടന്റാണ്, കാണുന്ന കാര്യങ്ങൾ നമ്മൾ സ്പോട്ടിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ വിളിച്ചു പറയുന്നതേ ഉള്ളൂ. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടിത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് എഗനസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഞാൻ പറഞ്ഞു പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണമേ ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യമേ ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു, ഇവരവിടെ ചെല്ലുന്നു, ഇവർ പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു, കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതിയിൽ ഫൈൻ കെട്ടിവെക്കുന്നു, ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട്? കണ്ടോ, ഇതൊക്കെ ഒരു ഇൻഡയറക്റ്റ് ത്രട്ടനാണ്. മനസ്സിലായ? കണ്ടോ, ഞാൻ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും എനിക്ക് കാര്യങ്ങൾ അറിയാം. കണ്ടോ, അവൻ ഇതുവരെ ആ വണ്ടി ഇറക്കിയിട്ടില്ല. ഇതൊക്കെ എൻ്റെ പൊന്നച്ച, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണ. ഞാൻ ഇതിനെ ന്യായീകരിക്കുമല്ല, പക്ഷേ അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അവൻ പറഞ്ഞതിൽ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന വിഷയമാണ്. പക്ഷെ ഇതൊക്കെ ഒരു ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ ഇവിടെ? ഈ അച്ഛനെ സത്യം പറഞ്ഞാൽ എന്തിൻ്റെ കേടായത്? നിങ്ങളുടെ ഉള്ള വില എല്ലാം കൊണ്ട് കളഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളായിട്ടൊക്കെ വന്നതാണ് ഈ ഒരു വിഷയത്തിൽ. അത് കംപ്ലീറ്റ് കൊണ്ട് തുലച്ച് കളഞ്ഞു. അച്ഛൻ കഴിവതും ബാക്കിയുള്ള ഈ ബിഷപ്പുമാരെയൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ. അവരൊക്കെ ഇങ്ങനെയാണോ കാണിച്ചു ഇന്ന്? അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസും കൊടുത്ത് ഇഷ്യൂസ് ആണോ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുവാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ അവരോടൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കും. അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടായിട്ട് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ എന്താ ആൻസർ കൊടുക്കണം? എനിക്ക് എന്തറിയാൻ പറ്റുമോ അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ടവർ പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന്റെ ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി. ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അവൻ അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, പോട്ടെ. ഞാൻ എന്തിനു കോർണർ ചെയ്യണം? നൈസായിട്ട് ഇട്ട് വരും. ഇപ്പോൾ ബിഗ് ബോസ് സെലക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കോണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ട് അടുത്ത ബന്ധമാണ് കിച്ചുവിന്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനത്തിനകത്തോട്ട് പുള്ളി റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്.
മനസ്സിലായോ? എൻ്റെ ബിഗ് ബോസ് കിട്ടുന്നെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ? അവൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അല്ലേ? അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അങ്ങനെങ്കിലും അവൻ പിടിച്ച് കയറി അവൻ്റെ ലൈഫ് ഒന്ന് സക്സസ്ഫുൾ ആയാൽ മതി. പിന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം, നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 100% വീഡിയോ ചെയ്ത് വെച്ചാൽ കാര്യം ഞങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഞങ്ങളുടെ ബിഹേവ് ചെയ്തിരിക്കുന്ന രീതി, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പിന്നെ എന്താ ഞങ്ങളെന്താ മിണ്ടാതിരിക്കണോ? അല്ല ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഞാൻ അച്ഛനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എനിക്ക് വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലാത്തത് പറഞ്ഞാൽ അച്ഛന് വേണേൽ ഡിഫമേഷൻ കേസ് കൊടുക്കുക. അച്ഛൻ ഞങ്ങളുടെ ഫോണിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതേ കണക്കിന് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും അച്ഛൻ പോയി മെസ്സേജ് അയച്ചതും അച്ഛൻ്റെ ചാറ്റും എല്ലാം എല്ലാവരുടെയും കയ്യിലുണ്ട്. അച്ഛൻ എന്തൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നിട്ട് അച്ഛൻ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ എന്തു ശരിയും കളിക്കുന്നത്, നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കുവാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. അച്ഛൻ ഈ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കരുത്. എന്നിട്ട് പിന്നെയും ഭീഷണിയാണ്, അത് ചെയ്യും ഇത് ചെയ്യും പുറത്ത് വിടും, ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരും. നിങ്ങൾ പറ, ഇനി അവൻ്റെ ലൈഫിൽ ഇനി അവന് ഫേസ് ചെയ്യാൻ ഇനി ഒന്നുമില്ല. മനസ്സിലായ? അവൻ അത്രയ്ക്ക് വലിയ തെറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവന്നിട്ട്. ഇപ്പോൾ ഉള്ള ഒരു ഇതിൻ്റെ അകത്ത്, അതായത് കുറെ കമന്റ്സിൻ്റെ അകത്ത് വരുന്നുണ്ടായിരുന്നു, രേണുസുതിയായിട്ട് ഫാദർ ഒത്തുചേർന്നിട്ട് ഇപ്പം ആ ഒരു പ്രോപ്പർട്ടി തിരിച്ച് കിച്ചുവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് ഇവരുടെ രണ്ടുപേരുടെയും പേരിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കളികളാണ്. ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിനോടായിട്ട്, നിങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അനേകർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇവിടെ തന്നെ 10 കുടുംബങ്ങൾക്ക് വസ്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ ക്ഷേത്രം പണിയാൻ വേണ്ടി സ്ഥലമില്ലാഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് അയ്യപ്പ സേവാ സമിതി, അവിടെ ഞങ്ങൾ താമസിക്കുന്ന മേഖലയിൽ അവിടെ അവർക്കൊരു പ്രോപ്പർട്ടി ഇല്ലായിരുന്നു. അവർക്ക് വസ്തു വാങ്ങിക്കൊടുത്ത് അവരവിടെ അയ്യപ്പ ക്ഷേത്രം പണിയുകയും ഇപ്പൊ അവിടെ പ്രാർത്ഥനയും അവരുടെ പൂജകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾക്ക് ദാനം കൊടുത്ത സാധനം തിരിച്ചു വാങ്ങുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ. രാഹുൽ ദാസിനും റിതുൽ ദാസിനും സന്തോഷത്തോടു കൂടി ഞാൻ കൊടുത്തതായിട്ടുള്ള ഗിഫ്റ്റ് അത് എന്നേക്കുമായിട്ടാണ്. അത് ലോകമുള്ള കാലത്തോളമാണ്. അത് ഞാൻ തിരിച്ചു വാങ്ങാനോ അതായത് ഇരട്ടത്താപ്പ് കാണിക്കാനോ അല്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന സമയം പറയാതിരുന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്നോട് ചോദിക്കും, ബിഷപ്പ് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും ഇതിനകത്ത് പ്രതികരിച്ചില്ല? അതുകൊണ്ട് ഞാനൊരു പിതാവ് മരിച്ചുപോയി, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഞാൻ വഴക്ക് പറഞ്ഞതായിട്ട് കരുതിയാൽ മതിയായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ കണ്ടന്റ് ആക്കി എടുക്കുന്ന ഒരു വിഭാഗം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാര് എന്നെ കുരിശിൽ കയറ്റി നിർത്തിയിട്ട് രേണുസുതിയുടെ മകനായ രാഹുൽ ദാസിനെ പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിരവധി കാര്യങ്ങൾ സമൂഹത്തിൽ വന്ന് അന്വേഷിക്കുമ്പോൾ തെളിവ് സഹിതം അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു തരേണ്ടതായിട്ട് വരും. രാഹുൽ ദാസിനെ എല്ലാവരും കൂടി വെളുപ്പിച്ച് പുണ്യാത്മാവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനിയും കുറെ കാര്യങ്ങൾ വന്ന് പറയേണ്ടി വരുമെന്ന് വീണ്ടും അച്ഛൻ പറയുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം എടുത്ത് കണ്ടന്റ് ആക്കാനായിരുന്നുവെങ്കിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് എടുത്ത് കണ്ടന്റ് ആക്കാമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, അച്ഛൻ്റെ ആ ഒരു വസ്തു അച്ഛൻ്റെ പെങ്ങളെങ്ങാണ്ട് അച്ഛൻ്റെ പേരിൽ കൊണ്ടുവന്ന് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അവർക്കും കൂടി ആ വസ്തുവിന് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ കേസും കാര്യങ്ങളും ഒക്കെ പിന്നെ അതിൻ്റെ വിധിയൊക്കെ അച്ഛന് അനുകൂലമായിട്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അന്ന് ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ നടക്കുന്ന സമയത്ത് പല ആൾക്കാരും ഈ അച്ഛൻ്റെ പെങ്ങളുടെ നമ്പർ ഉൾപ്പെടെ ഇട്ടിട്ട് അച്ഛൻ്റെ പെങ്ങൾ പറയുന്നത് കേട്ടോ, അച്ഛൻ്റെ പെങ്ങൾക്കും സംസാരിക്കാനുണ്ട് ഈ വിഷയത്തിൽ എന്ന് അവിടെ നാട്ടിലുള്ളവരും വേറെ ആൾക്കാരും എല്ലാം വന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കാം, വേണമെങ്കിൽ അച്ഛനെ ഞങ്ങൾക്ക് മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കാം. പക്ഷെ നമ്മളാരും അത് ചെയ്തിട്ടില്ല. അച്ഛൻ ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. രാഹുൽ ദാസ് ആയിക്കോട്ടെ, വേറെ ആരോ ആയിക്കോട്ടെ, ആരെയും വെളുപ്പിച്ചിട്ട് ഇവിടെ നമുക്കൊന്നും നേടാനില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും, അത് ഒരു മാറ്റവും ഇല്ല. കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ആ ഒരു സംസാര രീതി കണ്ടില്ലേ? നിങ്ങളുടെ ഒരു സംസാര രീതിയിൽ നിങ്ങൾ പേടിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഇനി എടുത്തങ്ങ് വെളിയിൽ വിടും, എല്ലാവരും അറിയട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അവന് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും. പബ്ലിക്കിൽ വന്നിരുന്നിട്ട് അവനെ ത്രെട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അവൻ്റെ ജീവനും അവന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ അവന് വേണം അച്ഛൻ്റെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പറ്റും. അതവൻ ചെയ്യാത്തത് അവൻ്റെ ഒരു മര്യാദയായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാനല്ല നാണക്കേണ്ടതായിട്ട് വരുന്നത്. എനിക്കൊന്നും പോകാനായിട്ടില്ല. നിങ്ങൾ കമന്റ് എഴുതുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, കമന്റ് എഴുതാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ സമയം. നിങ്ങൾക്ക് എനിക്കെതിരായിട്ടുള്ള കമന്റ് എഴുതുന്നതിന് വിരോധമില്ല. എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ട്, അച്ഛനെ ചൊല്ലുന്നവരുണ്ട്, താൻ എന്താണോ ചോദിക്കുന്നവരുണ്ട്, എനിക്ക് വേറെ ജോലിയില്ലെന്ന്. നിങ്ങൾ എന്റെ വീട്ടിൽ ഇപ്പോൾ ഇദ്ദേഹം എന്നെ തേടി പിടിച്ച് വന്ന് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഈ തിരക്ക് പിടിച്ച സമയത്തിലും മോനോട് ആൻസർ ചെയ്യുന്നത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുകയല്ല. എന്തിനു കുറ്റപ്പെടുത്തണം? അത് വേറെ ഒന്നുമല്ല. ഈ ഒരു അവസരത്തിൽ ചെന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും കിട്ടുന്ന വെച്ചുകൊണ്ട് തന്നെ എല്ലാ യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നതല്ല. അല്ലാതെ നാട്ടുകാരൻ്റെ കുടുംബം നന്നാക്കാനല്ല ഈ യൂട്യൂബേഴ്സ് ഇരിക്കുന്നത്. എല്ലാവരുടെയും പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് ചാനൽ. അങ്ങനെയുള്ള ചിന്തയൊക്കെ അച്ഛൻ മാറ്റി വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പം വ്യൂവേഴ്സ് ഒക്കെ പറയുന്നത്, അതായത് നമുക്ക് കമന്റ്സ് ഒക്കെ കൂടുതൽ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ രേണുസുതി ഇപ്പം ദൈവത്തിന്റെ പാതയിലേക്ക് എന്തായാലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ചിലപ്പം ഇങ്ങനത്തെ ഒരു ക്യാൻസർ അസുഖം കാരണം കൊണ്ടായിരിക്കും ദൈവം അങ്ങനെ, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും അല്ല. പക്ഷെ അത് അങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. അതെ. അപ്പം
ഫാദർ എപ്പോഴെങ്കിലും ഈ ഒരു ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രേണുസുധീനോ അല്ലെങ്കിൽ രേണുസുധിയുടെ മോനെ കിച്ചുവിനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, രേണുസുധിയുടെ മകൻ രാഹുൽ ദാസിന്റെ നമ്പർ എന്റെ കയ്യിലില്ല. നമ്പർ പോലും ഇല്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് അന്വേഷിക്കുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ കേട്ടറിഞ്ഞത് സത്യമാണോ എന്ന് പോലും ചോദിക്കുന്നില്ല. ആര് പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന സ്വഭാവക്കാരനാണോ അച്ഛൻ? അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുക. എനിക്ക് വിളിക്കാനായിട്ടുള്ള സന്ദർഭങ്ങളില്ല. മാത്രമല്ല, ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത് ഒരു വിഭാഗം യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ബ്ലോഗേഴ്സ് ആണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അയ്യോ, ഞങ്ങളല്ലേ കൊണ്ട് നടക്കുന്നത്? കിച്ചു ഇവിടെ വല്ലതും ഉണ്ടോ? കിച്ചു മോനെ നീ ഇവിടെ വല്ലതും ഉണ്ട് പാടാ? ഞങ്ങൾ അവനെ കൊണ്ടുപോകേണ്ട കാര്യം എന്തോ? ഞങ്ങൾ അവനെ എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യം എന്തോ? അവൻ ആരാ ഞങ്ങളുടെ? എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക. ഞാൻ അവനെ ഒരു വട്ടമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു വട്ടം ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കൊല്ലത്ത് വെച്ച് ഒരു വട്ടം ഞങ്ങൾ കണ്ടപ്പോഴത്തേക്ക് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ ഇതിനെ പറ്റിയൊന്നും അധികം സംസാരിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഫോണിൽ, ഞാനത് ഓൾറെഡി എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ആരാണോ എന്തോ ഒരു കൂട്ടം ബ്ലോഗേഴ്സ് അവനെ കൊണ്ടു നടക്കുന്നത്. അവൻ ഒരു മനുഷ്യരോടെ സംസാരിക്കാറില്ല, നിങ്ങളെ തോന്നല. അവനോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൻ നൈസായിട്ട് ഒഴിഞ്ഞ് മാറത്തേ ഉള്ളൂ. അവൻ ആർക്കും അങ്ങോട്ട് അവൻ്റെ വായിൽ നിന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാറില്ല. അവൻ്റെ ഏതെങ്കിലും ഒരു വോയിസ് റെക്കോർഡ്സ് വെളിയിൽ വരുന്നുണ്ടോ എന്തെങ്കിലും പറഞ്ഞതായിട്ട്? അത് വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അവൻ ആരോടെ അവൻ വലുതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. അവരോടാണ് അദ്ദേഹം ആശയവിനിമയങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നതനുസരിച്ചാണല്ലോ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അല്ലാതെ അദ്ദേഹം ആരുടെ ഉപദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എനിക്കറിയില്ല. കാരണം ചിലർ ഇങ്ങനൊരു കമന്റ്സ് ഇട്ടു, ആ കുട്ടി ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് ബിഷപ്പ് കോർണർ ചെയ്യുന്നത്. എന്തിന്? രാഹുൽ ദാസിന്റെ പേര് തന്നെ ഞാൻ എടുത്തു പറയാൻ കാര്യം, അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതിൽ എനിക്ക് എന്നാ പ്രോബ്ലം? അദ്ദേഹത്തിന്റെ പിതാവിന്റെ മതത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പ്രകാരം പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിളിച്ചൊരു ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ പല ഇഷ്യൂസ് കേൾക്കുന്നു. മാത്രമല്ല, അവരുടെ വീട്ടിലും ചില പ്രയാസങ്ങൾ നേരിട്ടതായിട്ട് സമൂഹത്തിൽ വാർത്തകൾ വന്നല്ലോ. സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണ്ടു കാണും, പല വാർത്തകൾ വന്നായിരുന്നു. മേജറായ ചില ഇഷ്യൂസ് അവരുടെ വീട്ടിലുണ്ടാകുന്നതായിട്ട് വാർത്തകൾ കേട്ടല്ലോ. ആ സന്ദർഭത്തിൽ എനിക്ക് നേരിട്ട് വിളിച്ച് പറയാൻ നമ്പറുകളില്ല. ഞാനപ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്തൊരു ജ്യേഷ്ഠൻ അനുജനെ വഴക്ക് പറയുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നെഗറ്റീവായിട്ട് എടുത്തിരിക്കുന്നത് ആരാണ്? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഞാനും രേണുസുധിയും തമ്മിൽ മുഖാമുഖം പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മൊത്തം സോഷ്യൽ മീഡിയയിലായിരുന്നു ഭയങ്കരമായ ഒരു വഴക്കും പ്രശ്നങ്ങളും നടന്ന് എന്റെ ഭാഗം ഞാൻ പറയുന്നു, അവരുടെ ഭാഗം അവർ പറയുന്നു. അങ്ങനെ ഒരു വലിയ 2 വർഷം അതവൻ പോയി എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ ദാസുമായിട്ട് ഞാൻ മുഖാമുഖം കണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല, ഒന്നും അറിയത്തുമില്ല. എന്നിട്ടാണ് വന്നിരുന്നിട്ട് ഇമ്മാതിരി ഡയലോഗ് പറയുന്നത്. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി കേട്ട് എനിക്ക് എന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറയാം. അച്ഛൻ ഇനി ദൈവത്തെ ഓർത്ത് ഒരു മനുഷ്യർക്കും വസ്തു ദാനമായിട്ട് കൊടുക്കരുത്. ഇല്ല, ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അളിയൻ ഇനി വീട്ടിൽ അലുവ കൊണ്ടുവരരുത് എന്ന് പറയുന്ന കണക്ക് അച്ഛൻ ഇനി ഒരു മനുഷ്യർക്കും വസ്തു ദാനമായി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും വൻ വിവാദത്തിലോട്ട് പോകത്തേ ഉള്ളൂ പല കാര്യങ്ങളും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.